ഈ ഒരു ഡിസംബർ മാസത്തിൽ നിങ്ങളുടെ പെൻഷൻ വിതരണം വളരെ നേരത്തെയായിട്ട് നടക്കുന്നതാണ്. അതായത് ഈ ഒരു ക്രിസ്മസും അതുപോലെ തന്നെ ന്യൂ ഇയറൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മാസത്തിലെ പെൻഷൻ വിതരണം എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ഉടനായിട്ട് തന്നെ ഈ ഒരു മാസത്തെ പെൻഷൻ വിതരണം നടക്കുന്നതാണ്. കഴിഞ്ഞ നവംബർ മാസത്തിൽ നമുക്ക് പെൻഷൻ തുകയായിട്ട് കിട്ടിയത് 3600 രൂപയായിരുന്നു. കഴിഞ്ഞ മാസം മുതൽ 2000 രൂപയായിട്ടാണ് ഇപ്പോൾ പെൻഷൻ മാറിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡിസംബർ മാസത്തിലും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന പെൻഷൻ എമൗണ്ട് 2000 രൂപ തന്നെയായിരിക്കും. ഇനി തൊട്ട് ഒരു പെൻഡിങ്ങും ഇല്ലാണ്ട് എല്ലാ മാസവും കറക്റ്റ് രീതിയിൽ തന്നെ പെൻഷൻ എമൗണ്ട് തരുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ഡിസംബർ മാസത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിലോട്ട് ഈ ഒരു എമൗണ്ട് എത്തുന്നതായിരിക്കും. 25-ാം തീയതിക്ക് ശേഷമാണ് നോർമലി നമ്മുടെ ആ ഒരു പെൻഷൻ എമൗണ്ട് വരുന്നത്. എന്നാൽ ക്രിസ്മസും അതുപോലെ ന്യൂ ഇയറൊക്കെ വരാൻ വേണ്ടി പോകുന്നത് കൊണ്ട് തന്നെ അതിന് മുന്നോടിയായിട്ട് ഈ ഒരു എമൗണ്ട് എല്ലാവരുടെ അക്കൗണ്ടുകളിലോട്ടും എത്തുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് വരുന്നത്. അതുമാത്രമല്ല, വീടുകളിൽ എത്തുന്നവർക്കാണെന്നുണ്ടെങ്കിൽ സഹകരണ ബാങ്ക് ജീവനക്കാർ മുഖാന്തരം അവർക്ക് വീടുകളിലും ഈ ഒരു എമൗണ്ട് വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഒത്തിരി പേരാണ് ഈ ഒരു പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഏകദേശം 63 ലക്ഷത്തോളം ആൾക്കാർക്കാണ് ഇപ്പോൾ ഈ ഒരു പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടർന്നുള്ള മാസങ്ങളിലും ഈ ഒരു പെൻഷൻ വാങ്ങുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അതുമാത്രമല്ല, പെൻഷൻ എമൗണ്ട് ഇപ്പോൾ 1600 രൂപയിൽ നിന്നും ഇപ്പോൾ 2000 രൂപയാക്കി മാറ്റിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അർഹത നോക്കിയിട്ട് വളരെയധികം അർഹത ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും ഇനിയുള്ള മാസങ്ങളിൽ പെൻഷൻ കൊടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിലും കൂട്ടിയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുടക്കം പോലും ഇല്ലാണ്ട് എല്ലാ മാസവും ഇനി തൊട്ട് കറക്റ്റ് രീതിയിൽ തന്നെ ഈ ഒരു പെൻഷൻ എമൗണ്ട് നിങ്ങളുടെ കൈകളിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ സർക്കാർ ഓരോ നടപടികൾ നടത്തിക്കൊണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അനർഹരായിട്ടുള്ള ആൾക്കാരൊക്കെ കണ്ടെത്തിയിട്ട് അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചിലരോടൊക്കെ വരുമാന സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. അതായത് ചിലവരുടെ ഡേറ്റാസിൽ അവർക്ക് ഡൗട്ടുള്ള ആൾക്കാർക്കാണ് അവർ വരുമാന സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത്. കാരണം അവർക്ക് വാർഷിക വരുമാനം 1 ലക്ഷത്തിന് എബോ ആണ് എന്നൊക്കെ ഡൗട്ടുള്ള ആൾക്കാരോടാണ് ഇപ്പോൾ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത്. അപ്പം നിങ്ങളോട് ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണമെന്ന് നിങ്ങളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. എങ്കിലേ നിങ്ങൾക്ക് തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് കിട്ടുള്ളൂ. കാരണം അവർ അർഹത പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇനി അങ്ങോട്ടുള്ള എല്ലാ മാസങ്ങളിലും പെൻഷൻ കിട്ടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാസം തന്നെ ഒരുപാട് പേർക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പെൻഷൻ കിട്ടുന്ന എമൗണ്ടും കുറവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. മസ്റ്ററിങ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ മസ്റ്ററിങ് ചെയ്തിരിക്കണം. അതറിയാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവർക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയെങ്കിൽ മാത്രമായിരിക്കും അവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് ഒരു മുടക്കവും ഇല്ലാണ്ട് എല്ലാ മാസവും നിങ്ങൾക്ക് കറക്റ്റ് രീതിയിൽ തന്നെ ഈ ഒരു പെൻഷൻ എമൗണ്ട് കിട്ടും. അപ്പോൾ ഡിസംബർ മാസത്തിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വളരെ നേരത്തെ തന്നെ ഈ ഒരു പെൻഷൻ എമൗണ്ട് കിട്ടുന്നതായിരിക്കും സാധാരണ എല്ലാ മാസങ്ങളെ അപേക്ഷിച്ച്. കാരണം ഈ ഒരു വെക്കേഷനും അതുപോലെ തന്നെ ന്യൂ ഇയറൊക്കെ വരുന്നത് പ്രമാണിച്ച് തന്നെയാണ് ഈ ഒരു പെൻഷൻ എമൗണ്ട് അവർ നേരത്തെ തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ കൂടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എങ്കിലേ നിങ്ങൾക്ക് ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.